കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വിശ്വവിഖ്യാതനായ നമ്മുടെ സംഗീതജ്ഞൻ AR റഹ്മാനും ഭാര്യ സൈറ ബാനുവും വേർപിരിഞ്ഞു എന്ന വാർത്തകൾ പരന്നത്. 29 വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുകയാണെന്ന് ഇരു കൂട്ടരും വ്യക്തമാക്കിയിരുന്നു. വിവാഹമോചന വാർത്ത പുറത്തു വന്നതോടെ റഹ്മാനെക്കുറിച്ച് നിറം പിടിപ്പിച്ച പല കഥകളും പ്രചരിക്കാൻ തുടങ്ങി. റഹ്മാൻ്റെ ബാൻഡിലെ ബാസിസ്റ്റ് മോഹിനി ഡേയുടെ വിവാഹമോചന വാർത്തയും വന്നതോടെ റഹ്മാനെയും മോഹിനിയെയും ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ പല ഓൺലൈൻ മാധ്യമങ്ങളിലും വന്നു. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മോഹിനി തന്നെ വ്യക്തമാക്കി രംഗത്തെത്തുകയുണ്ടായി. അതിനുശേഷം AR റഹ്മാനും കടുത്ത രോഷത്തോടെ രംഗത്തെത്തി 24 മണിക്കൂറിനകം ഈ ഓൺലൈൻ മാധ്യമങ്ങളിട്ട വാർത്തകളെല്ലാം പിൻവലിക്കണം, ഇല്ലെങ്കിൽ കേസ് വരെ നേരിടേണ്ടി വരും എന്ന് ആഹ്വാനം ചെയ്തിരുന്നു. ഇതെല്ലാം കഴിഞ്ഞാണ് ഇപ്പോൾ AR റഹ്മാൻ്റെ മുൻ ഭാര്യ സൈറ ബാനു രംഗത്തെത്തി എന്താണ് കാരണം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഓഡിയോ സന്ദേശത്തിലൂടെയാണ് അവർ ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. സൈറയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ സൈറ റഹ്മാൻ, ഇപ്പോൾ ബോംബെയിലാണ് ഞാൻ. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇവിടെയാണ് താമസം. അതുകൊണ്ടാണ് റഹ്മാനിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കാൻ ഞാൻ ആഗ്രഹിച്ചത്. യൂട്യൂബർമാരോടും മാധ്യമങ്ങളോടും ഒരു അപേക്ഷയുണ്ട്. അദ്ദേഹത്തെ മോശക്കാരനാക്കി വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഒരു മുത്താണ്, ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യൻ. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് വരാൻ കഴിയാത്തത്. എനിക്കറിയാം, എന്നെ ചെന്നൈയിൽ കണ്ടില്ലെങ്കിൽ സൈറ എവിടെ പോയി എന്ന് ആളുകൾ ചിന്തിക്കും. ഞാനിപ്പോൾ ഒരു ചികിത്സയിലാണ്. റഹ്മാൻ്റെ തിരക്കേറിയ ചെന്നൈ ജീവിതത്തിനിടയിൽ ഇത് പ്രായോഗികമാവില്ല. അതുകൊണ്ടാണ് മുംബൈയിലേക്ക് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. വളരെ നല്ലൊരു മനുഷ്യനാണ് റഹ്മാൻ. അദ്ദേഹത്തിന് അദ്ദേഹമായി തന്നെ തുടരാൻ നിങ്ങൾ അനുവദിക്കുക. എല്ലാവരോടുമായി ഞാനിത് അഭ്യർത്ഥിക്കുകയാണ്. അത്രമാത്രം അദ്ദേഹത്തെ ഞാൻ വിശ്വസിക്കുന്നു, അത്രമാത്രം ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നു. കാരണം അങ്ങനെയാണ് അദ്ദേഹം. ഊഹാപോഹങ്ങൾ പരത്തുന്നത് നിങ്ങൾ നിർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഔദ്യോഗികമായി ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല. അദ്ദേഹത്തെ താറടിച്ച് കാണിക്കുന്ന പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം. അതെല്ലാം തീർത്തും അസംബന്ധമാണ്, സൈറ ബാനു തുറന്നു പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റെല്ലാ മാധ്യമങ്ങളും ഇവരുടെ രണ്ടു പേരുടെയും ഈ ഒരു വൈവാഹിക ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ ഇനിയും കുത്തിപ്പൊക്കി വെറുതെ ആളുകൾക്ക് മുമ്പിലിട്ട് നാണം കെടുത്തുന്ന രീതിയിൽ പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം അത് അവരുടെ ജീവിതമാണ്. ഇപ്പോൾ സൈറ ബാനു തന്നെ ഇങ്ങനെ ഒരു ഇമോഷണൽ വോയിസ് മെസ്സേജ് അയക്കാൻ കാരണം അത്രത്തോളം അവരെ അത് വേദനിപ്പിച്ചുകൊണ്ടാണ്. AR റഹ്മാൻ പോലും തകർന്ന മനസ്സോടുകൂടിയാണ് ഇന്നലെ പ്രതികരിച്ചത്. ഇതുവരെ തൻ്റെ കരിയറിൽ ഒരു ഗോസിപ്പ് പോലും ഇല്ലാതിരുന്ന AR റഹ്മാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അനുഭവിക്കുന്നത് നാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും നിർത്തുക, അതേതു വലിയ ഓൺലൈൻ മാധ്യമമായാലും.